വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 5 തീയതി ഫെബ്രുവരി മാസം 2026 രാവിലെ 7:43 അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളിത് പോയിന്റ് ഓഫ് കൺട്രോൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ആലോചിക്കുന്നതിനേക്കാൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിനെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ എൻട്രി എടുക്കാം, എങ്ങനെ എക്സിറ്റ് ആകാം, അത് എങ്ങനെ നമുക്ക് റെഗുലറായിട്ട് വാച്ച് ചെയ്യാം, അത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ ഡെറൈവ് ആകുന്നത് എന്നുള്ളത്. ഇത് 190 ഇന്നലെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ. 165 190 രണ്ട് സ്ട്രൈക്കിൽ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നു. അതല്ലാതെ 190 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ ഇന്നലെ വർക്ക് ചെയ്ത സ്ട്രൈക്ക് ഇതാണ്. ഏത് സ്ട്രൈക്കിലാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ 25,650 എന്ന് പറയുന്ന കാളിന്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. കാളിന്റെ പ്രീമിയത്തിന്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് എക്സാക്ട്ലി 190 അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടോ. രാവിലെ 9:15 ഒരു ക്യാൻഡിൽ ഉണ്ടോ, രാവിലെ 9:15 ക്യാൻഡിൽ എക്സാക്ട്ലി അത് 190 സപ്പോർട്ട് എടുക്കുകയും മോളിൽ പോയി ഇവിടെ പോയി റെസിസ്റ്റന്റ് എടുക്കുകയും 270 അല്ലെങ്കിൽ 68 70 റെസിസ്റ്റന്റ് എടുക്കുകയും വീണ്ടും തിരിച്ച് താഴോട്ട് വരികയും അവിടെ നിന്ന് വീണ്ടും എക്സാക്ട്ലി അതിൻ്റെ അടുത്ത് 190 എന്ന് പറഞ്ഞാൽ 195 97 അവിടെ വീണ്ടും സപ്പോർട്ട് എടുക്കുകയും വീണ്ടും മുകളിലോട്ട് പോവുകയും അത് ചെയ്തു. ഇതാണ് ഈ പോയിന്റ് ഓഫ് കൺട്രോളിന്റെ പവർ. ഓക്കെ, ഇതേ സ്ട്രൈക്ക്, ഇത് കാളിന്റെ ആണല്ലോ, ഇതേ സ്ട്രൈക്ക് പുട്ടില്, അതായത് പിയില് കണ്ടോ, അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. 190 എന്ന് പറയുന്ന സ്ഥലത്ത് റെസിസ്റ്റന്റ് എടുത്തു കണ്ടോ. രാവിലെ ഒരേ സമയത്ത് ഒരേ സ്ട്രൈക്കിന്റെ കാളും പുട്ടും എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 190 റെസിസ്റ്റന്റ് എടുക്കുകയും അത് 190 കാൾ സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ എൻട്രിയും എക്സിറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുക. ഇത് ഇന്നലത്തെ കാര്യമാണ്. ഇന്ന് ഇതാണ് നമുക്ക് എന്താ പറയാ ലെവൽസ്. നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ലെവലാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. 26 130 180 ഒക്കെ കൊടുത്തിരിക്കുന്നത് വീക്ക്ലിയുടെ റെസിസ്റ്റന്റ് ആണ്. അതേപോലെ താഴെ ഒരു 370 എന്ന് പറയുന്ന ഒരു ലെവല്, അത് വീക്ക്ലിയുടെ സപ്പോർട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വീക്ക്ലി ആണ്, അത് റെഗുലർ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. വീക്ക്ലിയുടെ സപ്പോർട്ടും റെസിസ്റ്റന്റും, അതായത് ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതും ഉപയോഗപ്രദമായിക്കോട്ടെ. ഇത് വെച്ച് അവർ വല്ലതും സ്ട്രാറ്റജി ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളതാണ്. ഞാൻ ഓപ്ഷൻ ബയറാണ്. ഇതാണ് ലെവല്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 160 രൂപയാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ എത്രയാണ്? 160 എന്ന് പറയുന്ന ലെവലാണ്. അത് നിങ്ങൾ എവിടെയാണ്, ഏത് സ്ട്രൈക്കിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.